ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തുതിയും ആരാധനയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. സങ്കീർത്തനം 29:11 വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. നാം ഒരുമിച്ച് ഇന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നാം ഒരുമിച്ച് കേൾക്കുമ്പോൾ, ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മുടെ പ്രയാസങ്ങൾക്ക്, വേദനകൾക്ക് ഒരു വലിയ സമാധാനം വരുത്തുവാൻ തക്കവണ്ണം ദൈവ സർവശക്തനായ ദൈവമാണ്. നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. മുന്നോട്ട് നാം ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാം. നാം ഏതവസരത്തിലായിരുന്നാലും ഏത് സ്ഥാനത്തായിരുന്നാലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പാസ്റ്റർ കോളിൻസും ഇവാഞ്ചലിസ്റ്റ് സ്റ്റെഫിനുമാണ്. അവരോട് കൂടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. തിരുവചനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല എന്നുള്ളതാണ്. അവനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം വേറെ ആരുമില്ല. ആയതിനാൽ തുടർന്നുള്ള ചില നിമിഷങ്ങൾ ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ കർത്താവിനെ ഒരുമിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ, യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ, യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ, യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല,
യേശുവേ യേശുവേ അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്, നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. ഈ ആരാധന നടക്കുന്ന സമയത്തും നമ്മുടെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതിയും സ്തോത്രവും ബഹുമാനങ്ങളും സ്വീകരിപ്പാൻ യോഗ്യൻ യേശു മാത്രമാണ്. അവനെപ്പോലെ യോഗ്യനായവൻ വേറെ ആരുമില്ല, ആരാധനയ്ക്ക് യോഗ്യനായവൻ വേറെ ആരുമില്ല, അവനെപ്പോലെ സ്നേഹിപ്പാൻ മറ്റാർക്കും കഴിയുകയില്ല. നാം പാടിയത് ഇങ്ങനെയാണ്: നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്. അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവർ ചേർന്ന് ഒരിക്കൽ കൂടി ആ വരികളൊന്ന് പാടാമോ? നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്. നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്, നീയല്ലോ രാജാവ്, നീയല്ലോ പിതാവ്, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. അങ്ങയെ സ്നേഹിപ്പാൻ, ആഴമായി സ്നേഹിപ്പാൻ വൻകൃപായേകണേ യേശുവേ, വൻകൃപായേകണേ യേശുവേ. അങ്ങയെ സ്നേഹിപ്പാൻ, ആഴമായി സ്നേഹിപ്പാൻ വൻകൃപായേകണേ യേശുവേ, വൻകൃപായേകണേ യേശുവേ. അങ്ങെപ്പോൾ സ്നേഹിതൻ വേറെ ആരുമില്ല, അങ്ങെപ്പോൾ ആർദ്രനായി വേറെ ആരുമില്ല, അങ്ങെപ്പോൾ സ്നേഹിതൻ വേറെ ആരുമില്ല, അങ്ങെപ്പോൾ ആർദ്രനായി വേറെ ആരുമില്ല. യേശുവേ, യേശുവേ, യേശുവേ,
യേശുവേ. Hallelujah. We worship you, Lord. Hallelujah. 100-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ, സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ വരുവേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഒരുമിച്ച് ചില നിമിഷങ്ങൾ കൂടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പഴയൊരു ഗാനത്തിൻ്റെ പല്ലവികൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ. ഈ മനോഹരമായ ഗാനത്തിൻ്റെ ഇരടുകൾ പാടി ഒരുമിച്ച് നാം കർത്താവിന് മഹത്വം കൊടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിയിടുവിൻ.
അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം. അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം. അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ. യേശുവിൻ്റെ രക്തമിന്നൻ രോഗം നീക്കിയല്ലോ. യേശുവിൻ്റെ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ. യേശുവിൻ്റെ രക്തമിന്നൻ രോഗം നീക്കിയല്ലോ. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാ, എനിക്കാകുലം ലേശമില്ല. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാ, എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ നൽബലമോ എന്നിൽ നിറച്ചിടണേ. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മാവിൻ നൽബലമോ എന്നിൽ നിറച്ചിടണേ. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തരേ രഗനാംതന മുഷകരാംതേ ബാബ ശക്തരേ ഗരേ രഗനാദല മുണ്ടകരാംതന മുഷകരാംതേ റികാബ ബാബ ശക്തേ രഗനാംതല മുണ്ടകരാംതന മുഷകരാംതന റിദലഗടഗ ശക്താബ. We worship you, Lord. Hallelujah, 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 hallelujah. ആത്മാവിന്റെ നൽഫലമോ കർത്താവേ എന്നിൽ നിറച്ചിടണമേ. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഓരോ നിമിഷങ്ങളും അത് വൃഥാവായി പോകത്തില്ല. ദൈവത്തോട് ചേർന്നുള്ള ഓരോ നിമിഷങ്ങളും
അത് നമുക്ക് ആനന്ദം പകരുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണിൽ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം, ഹല്ലേലൂയ, എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ വരമരുളീശ, നീ എത്ര എൻ്റെ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ, നീ എത്ര എൻ്റെ രക്ഷാസ്ഥാനം. ദൈവത്തോട് കൂടെ ചേർന്ന് വസിക്കുമ്പോൾ കാർമേഘം പോലെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും ഭക്തൻ പറയുകയാണ്, ഹല്ലേലൂയ, കാർമേഘത്തിന്റെ ഉള്ളിലൂടെ മിന്നുന്ന സൂര്യന്റെ ശോഭ ഞാൻ കാണും. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. കാർമേഘം പോലെ പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റും വന്നാലും ഞാൻ ഭാരപ്പെടുത്തില്ല. കാരണം അതിൻ്റെ അപ്പുറേ എനിക്ക് മിന്നുന്ന സൂര്യന്റെ ശോഭ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ, നീ എത്ര എൻ്റെ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ, നീ എത്ര എൻ്റെ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ വരമരുളീശ, നീ എത്ര എൻ്റെ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ, നീ എത്ര എൻ്റെ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ വരമരുളീശ, നീ എത്ര എൻ്റെ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ, നീ എത്ര എൻ്റെ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ, നീ എത്ര രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങൾ കടന്നു പോകുവാനിടയായി തീർന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് അവസരങ്ങളെ ഒരുക്കി. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്നും നാം ശ്രദ്ധിക്കുവാൻ പോകുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോൺസൺ അച്ഛൻ തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. തുടർന്നുള്ള സമയം അച്ഛന് വേണ്ടി കൈമാറും. ജീവിക്കുന്ന ദൈവത്തെ ഗാനങ്ങൾ ആലപിച്ച് സ്തുതിഗീതങ്ങളാൽ സ്വരമാധുര്യമാർന്ന ഗീതങ്ങളാൽ വീണകൾ മീട്ടിയും ശ്രുതിനാദങ്ങളോടും കൂടെ കർത്താവിനെ ആരാധിക്കുന്ന ഈ ഫ്ലോറിൽ, ഈ സ്റ്റുഡിയോയിൽ ഞാൻ എൻ്റെ ദൈവത്തെ അനുഭവിച്ചറിയുന്നു. ഇവിടെ ഞാനിന്ന് അനുഭവിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിലിരുന്ന് അനുഭവിക്കുവാൻ സാധിക്കും.
കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വചനത്തിന് മുൻപാകെ ആകുമ്പോൾ ഒരു നിമിഷം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒരു ചരിത്ര പുസ്തകമായിട്ടല്ല ഈ വചനം നമ്മൾ വായിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ 2000 ആണ്ട് മുൻപ് ഈ ലോകത്തിലൂടെ കടന്നുപോയ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മുറിയിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. ആ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ എളിയവൻ്റെ അധരങ്ങളിലൂടെ അവിടുന്ന് സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിലേക്ക് അവിടുന്ന്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ ദൈവം, ജീവിക്കുന്ന ദൈവം ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ ഉള്ള വചനങ്ങൾ ഒന്ന് കേൾക്കാം. അവൻ യെരീഹോയിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരീഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബി, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ജീവനുള്ള ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞ അന്ധനായ ഒരു മനുഷ്യന്റെ കഥ. ഒരുപക്ഷെ നിങ്ങൾ കരുതും ഈ ബൈബിൾ എന്ന പുസ്തകം ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതാണ് എന്ന്. ക്രിസ്ത്യാനികളുടെ വേദപുസ്തകമാണ് ഈ ബൈബിൾ എന്ന് കരുതും. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറൂസലേമിലൂടെ നടന്നു നീങ്ങിയ നസ്രത്തുകാരനായ യേശുവിൻ്റെ ചരിത്രം, ഉള്ളുമുള്ളതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ഏറെക്കുറെ പേര് എഴുതി വെച്ച ഒരു പുസ്തകമായിട്ട് കണക്കാക്കും. എന്നാൽ ഇന്ന് എന്നെ പോലുള്ളവര് ഇത് ദൈവവചനമായിട്ട് മനസ്സിലാക്കുന്നു. ഈ വചനത്തില് 2000 വർഷങ്ങൾക്ക് മുൻപല്ല, ഇന്നും ഈ 2024 ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ സാധിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങള് ആ ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചാൽ അവിടുന്ന് നിങ്ങളോട് സംസാരിക്കും. തിമായിയുടെ മകനായ ബർത്തിമായി, വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് തിമായി എന്ന മനുഷ്യൻ ഒരു പ്രസിദ്ധനായ മനുഷ്യനായിരുന്നു കാണും, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു കാണും, സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു കാണും. എന്നാൽ അയാളുടെ പുത്രൻ അന്ധനായി പോയപ്പോൾ ലോകം അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി ഇവന്റെ ശാപത്തിന് പരിഹാരമായി ഈ തിമായിയുടെ മകൻ ബർത്തിമായി
അന്ധനായി മരിച്ചു, അൺക്ലീനായി ജനിക്കപ്പെട്ടു, അല്ലെങ്കിൽ മാറി. തന്റെ ചെറുപ്പകാലത്ത് അന്ധതയിലേക്ക് കടന്നു വന്ന ഭർത്യമായി വഴിയരികിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്നു. ഇന്ന് അവന്റെ അവസ്ഥ അതിശോചനീയമാണ്. ആ തെരുവില് ഭിക്ഷയാചിച്ച് ജീവിക്കുക എന്നതാണ് ഭർത്തിമായയുടെ വിധി. എന്നാൽ ആ ഒരു ദിവസം, ആ ഒരു നാൾ വന്നപ്പോൾ അവൻ ആരവം കേട്ടു, ജനത്തിന്റെ ആരവം. അവൻ പല രീതിയിലുള്ള ആരവങ്ങൾ കേട്ടിട്ടുണ്ട്. പടയ്ക്ക് പോകുന്ന ജനത്തിന്റെ ആരവം കേട്ടിട്ടുണ്ട്. പടയാളികളുടെ, കുതിരകളുടെ ശബ്ദവുമായി കടന്നു പോകുന്ന ജനങ്ങളെ കേട്ടിട്ടുണ്ട്. അവനത് തിരിച്ചറിയാൻ സാധിക്കും. ആ ശബ്ദം കേട്ടിട്ട് ഇന്ന് ഭർത്യമായി ചോദിച്ചു, ഇതെന്താണ് സംഭവം? ആരാണ് നമ്മുടെ റോഡിലൂടെ, തെരുവീതിയിലൂടെ കടന്നു പോകുന്നത്? ജനക്കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു, ഇതാ നസ്രയനായ യേശു ഇതുവഴി കടന്നു പോകുന്നു. നസ്രായനായ മെസ്സിഹ എന്ന് കേട്ടപ്പോൾ ഈ കുരുടനായ ഭർത്തിമയുടെ കണ്ണുകള്, ആന്തരിക നയനങ്ങള്, അവന്റെ ബുദ്ധിമണ്ഡലത്തില്, അവന്റെ മനസ്സിൽ ഒരു ചിത്രം വന്നു. അനേകരെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ചയും ബധിരന് കേൾവിയും മുടന്തന് ശക്തിയും നൽകിയ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച നസ്രായനായ മെസ്സിഹയാണ് അതുവഴി കടന്നു പോകുന്നതെന്ന് അവൻ ഒരു നിമിഷം ഓർത്തു. ഒരുപക്ഷെ ഭർത്യമായി അന്ധനാണെങ്കിലും അവന്റെ ആത്മീയ നയനങ്ങള് തുറക്കപ്പെട്ടു. അവനൊരു യഹൂദനാണ്. തന്റെ ചെറുപ്പകാലത്ത് പഠിച്ചിരുന്ന കാര്യങ്ങള് അവന്റെ ഓർമ്മയിലേക്ക് വന്നു. യഹൂദ ജനം, മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന യഹൂദ ജനത്തിന് മിശിഹ ആരെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ മിശിഹായെ ഭർത്യമായി ആ കടന്നു വരുന്ന നസ്രായനായ യേശുവിൽ കാണുകയാണ്. അവന് വിശ്വാസം വർദ്ധിച്ചു. ഇതാണ് എൻ്റെ അവസരം, ഈ നിമിഷമാണ്. This is the last moment. If I miss this opportunity, that will never come back. ഈ ഒരു അവസരം നഷ്ടപ്പെട്ടാൽ എനിക്കിതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അവനെല്ലാം മറന്ന് തന്നെ പുതപ്പൂരി താഴെയിട്ടുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. കാരണം അവന്റെ വെളിപ്പുറത്ത് ഒരുവൻ നിന്നു. അവന്റെ വെളിപ്പുറത്ത് അവന്റെ കരച്ചിൽ കേട്ട് നസ്രായനായ മെസ്സിഹ നിന്നു. അവൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. അവന്റെ വിശ്വാസം അവൻ അറിയാതെ ആ അന്ധനായ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അവന്റെ നാവിലൂടെ പുറത്തു വന്നു. അവന്റെ രോദനം പുറത്തു വന്നു. തനിക്ക് അർഹതയില്ലാത്ത എന്തോ ഒന്ന് തേടുന്ന പോലെ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ഭർത്യമായി ആഗ്രഹിച്ചപ്പോൾ അവന്റെ അധരങ്ങൾ തുറന്നതുപോലും അവൻ അറിഞ്ഞില്ല. അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. പലരും പറഞ്ഞു, മിണ്ടാതിരിക്ക്, അവർ ശാസിച്ചു. പക്ഷേ അവന്റെ വിശ്വാസത്തെ തടഞ്ഞു നിർത്തുവാൻ, അവന്റെ വിശ്വാസത്തെ അടിച്ചമർത്തുവാൻ അവർക്കാർക്കും സാധിച്ചില്ല.
അവൻ കുറെ കൂടെ ഉറക്കെ പറയുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവൻ അധികം ഉറക്കെ നിലവിളിച്ചു. അതുകൊണ്ടാണ് ആർത്തിരമ്പുന്ന ജനത്തിന് നടുവില്, ആരവത്തിന് നടുവില് അവന്റെ കരച്ചിൽ ദൈവത്തിന്റെ കാതിലെത്തി. ഒരു നിമിഷം ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയ സ്നേഹിത, താങ്കൾ പോകുന്ന അവസ്ഥ ഏതാണെന്ന് എനിക്കറിയില്ല. കണ്ണുനീരിന്റെ താഴ്വരയില്, ഒറ്റപ്പെട്ട നിമിഷത്തില്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വേദനയുടെ പടുകുഴിയില് മനം നൊന്ന് കരയുന്ന ഒരവസ്ഥയിലായിരിക്കാം താങ്കളിപ്പോൾ. രോഗക്കിടക്കയില് ലോകത്തിലെ ഒരു വൈദ്യനും താങ്കളെ സൗഖ്യമാക്കാൻ സാധിക്കില്ലെന്ന് കുറിപ്പുകള്, വിധികൾ എഴുതിയതിന് നടുവില് നിരാശയില്, പ്രത്യാശയില്ലാതെ ആയിരിക്കാം താങ്കൾ ഇത് കേൾക്കുന്നത്. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവത്തെ താങ്കൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഈ 2024 ഒത്തിരി ദൈവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒത്തിരി ദൈവങ്ങളുടെ മുൻപിൽ നമ്മൾ കുമ്പിടുന്നുണ്ട്. ആ ദൈവങ്ങൾക്കൊന്നും താങ്കളെ സൗഖ്യമാക്കുവാൻ, ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന താങ്കളെ കൈപിടിച്ചുയർത്തുവാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഇതാ, എന്നെ പിടിച്ചു കയറ്റിയ, എനിക്ക് ജീവൻ പകർന്ന, എന്റെ അന്ധതയ്ക്ക് ശമനം വരുത്തിയ, എന്റെ കണ്ണ് തുറന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അവനിലൂടെ അല്ലാതെ മറ്റാരിലും രക്ഷയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അവന്റെ നാമം യേശു എന്ന് മാത്രമാണ്. യേശു ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയ സ്നേഹിത, ഈ ഒരു നിമിഷം താങ്കളെ തന്നെ ആ ദൈവത്തിന് ഒന്ന് സമർപ്പിക്കാമോ? ഇതുവരെ കരഞ്ഞതുപോലെയല്ല കർത്താവിന്റെ മുൻപില്, ആ യേശുവിന്റെ മുൻപില് എന്റെ പാപങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട്, എന്റെ വീഴ്ചകള്, എന്റെ താഴ്ചകള്, എന്റെ ദുഃഖവും എന്റെ നിരാശയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ദാവീദ് പുത്ര, എന്നിൽ കരുണ തോന്നണമേ എന്ന്. അങ്ങനെയെങ്കിൽ ആ വിളിപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ അടുത്തേക്ക് വരും. ഒരു തീർത്ഥാടനവും പോകണ്ട, ദേശങ്ങൾ താണ്ടി നടക്കേണ്ട, ആരുടെയും പിന്നാലെ പോകേണ്ടതില്ല. നിങ്ങളുടെ ദേശത്ത്, നിന്റെ മുറിയില് ആ ദൈവം എത്തിയിട്ടുണ്ട്. ഒരു നിമിഷം വിളിച്ചാൽ ആ വിളിക്ക് അപ്പുറം അവൻ നടക്കുകയും നീങ്ങുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവ് ആ കുരുടനെ കണ്ടു, അവന്റെ സ്വരം കേട്ടു. അവൻ വിളിച്ചപ്പോൾ നിന്നു. അവനെ തടഞ്ഞ ആ മനുഷ്യരോട് പറഞ്ഞു, അവനെ ഇവിടെ വിളിച്ചു കൊണ്ടുവരിക. അവനെ വിളിപ്പിൻ. അധികാരത്തോടെ കർത്താവ് പറഞ്ഞു, അവനെ വിളിപ്പിൻ. അവനെ തടഞ്ഞ വ്യക്തികൾ തന്നെ പറഞ്ഞു, ഇതാ യേശു നിന്നെ വിളിക്കുന്നു. കുരുടനെ തന്റെ പക്കലേക്ക് വിളിച്ച് കർത്താവ് അവനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ള സ്നേഹിത, ഇന്ന് ആജീവനുള്ള ദൈവം നിന്നോട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നിന്റെ ഉള്ളം തുറക്കാമോ? ആ യേശുവിനോട് നിനക്ക് പറയാമോ,
നിന്റെ ആവശ്യങ്ങൾ അവൻ സാധിച്ചു തരും. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം പ്രഭു. യേശു പറഞ്ഞില്ല നിനക്ക് കാഴ്ച ലഭിക്കട്ടെ എന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ള സഹോദരി, വിശ്വാസത്തോടെ ഇന്ന് ചോദിച്ചാൽ ദൈവം നീ ചോദിക്കുന്നത് എന്തും നൽകും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നൽകുമെന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, പിതാവായ ദൈവം നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചാൽ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നിങ്ങളുടെ വേദനകൾ അകന്നു മാറും. ഏതൊരവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് യേശു നിങ്ങളെ കൈപിടിച്ചുയർത്തും. ഈ വചനം അതിന് സാക്ഷിയാണ്. ഞാൻ അതിന് സാക്ഷിയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ വിളിച്ചു വേർതിരിച്ച കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ വർണ്ണിക്കാൻ സാധിക്കാത്തതാണ്. ഈ ദിവസം ഈ വചനം നിങ്ങൾക്ക് മധുരമുള്ളതായി തീരട്ടെ. ഈ വചനം എടുത്ത് തുറന്നാൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കാണുവാനായിട്ട് സാധിക്കും. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുക്കാമോ? ഒന്ന് പറയാമോ, എൻ്റെ ദൈവമേ, ദാവീദ് പുത്ര, എന്നെ മേൽ കരുണ തോന്നണമേ. വിശ്വാസത്തോടെ ഞാനിതാ നിന്റെ സന്നിധിയിൽ വരുന്നു. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. വചനം നിങ്ങൾക്ക് സൗഖ്യമാകട്ടെ, ധൈര്യമാകട്ടെ, പുതുജീവൻ നൽകട്ടെ. ആമേൻ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ.
ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം സഹായിച്ചുവല്ലോ. ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്ക് നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറയാം. ശക്തമേറിയ ദൈവത്തിൻ്റെ വചനം നമ്മളെ കേൾപ്പിച്ചു. ശക്തിയോടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവമെല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവമാ. നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വലിയ രോഗത്തിലൂടെ ഒരിക്കലും സൗഖ്യമാകത്തില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ പല വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരും ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ അസുഖം, നിങ്ങളുടെ പ്രയാസം എന്തു തന്നെയാണെങ്കിലും അതിനെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തുണ്ട്. ഞാൻ എവിടെയോ നിന്നായിരിക്കാം പ്രഭാഷണം നടത്തുന്നത്. എന്നെ നിങ്ങൾ നേരിട്ട് കാണുന്നില്ലായിരിക്കാം, ഈ വീഡിയോയിലൂടെ മാത്രമായിരിക്കാം കാണുന്നത്. പക്ഷേ എന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിലും നിങ്ങളുടെ സമീപെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിങ്ങളുടെ കരങ്ങളെ വെച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ സമയം ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കുവാനായിട്ട് പോകുക. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കുവാനായിട്ട് പോകുക. എല്ലാ രോഗബന്ധനങ്ങളും വിട്ടു മാറുവാനായിട്ട് പോകുക. ഹല്ലേലൂയ, ആമേൻ. നാം പാടിയതുപോലെ വിണ്മയാത്മാകും ശരീരം വിൺരൂപി നൽകുമ്പോൾ എൻ്റെ അല്ലലെല്ലാം മാറ്റുന്ന ദൈവം, എൻ്റെ പ്രയാസങ്ങളെയെല്ലാം മാറ്റുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു നാഥ. അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ച എല്ലാ കൃപകൾക്കായി നന്ദി കരേറ്റുന്നു. വിശേഷാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അങ്ങേ ആരാധിച്ച തൻ്റെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഏത് തന്നെയാണെങ്കിലും ഈ സമയം തന്നെ ദൈവത്തിൻ്റെ ഒരു മറുപടിയുടെ കരം അവർക്ക് വേണ്ടി ചലിക്കുമാറാകണമേ. മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ വിടുതലിൻ്റെ കരം വ്യാപരിക്കുവാൻ കൽപ്പിക്കുന്നു നാഥ. അങ്ങയുടെ വലിയ സാന്നിധ്യം കൂടെ ഇരുന്നാട്ട് അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളെ കർത്താവ് ഞങ്ങളെ കേൾപ്പിക്കും. വിശേഷാൽ ദൈവവചനം പറഞ്ഞ അങ്ങയുടെ ദാസനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് നേതൃത്വം നയിച്ച അങ്ങയുടെ ദാസന്മാരെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ എല്ലാം ഒന്നുപോലെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായി നന്ദി കരേറ്റുന്നു. എല്ലാ വിഷയങ്ങളെയും സമ്പൂർണ്ണമായ അപ്പൻ്റെ കരങ്ങളിൽ ഒരുക്കി കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വലിയ വിടുതലുകളെയും വലിയ ആശ്വാസങ്ങളെയും ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വേദനകളോ ആരോടും പറയുവാൻ കഴിയാത്ത നീറുന്ന വിഷയങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതിന് താഴെ എഴുതി കാണിക്കുന്ന നമ്പറിലോ മെസ്സേജായിട്ടോ ഞങ്ങളെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയം മാത്രമല്ല, ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ.